മിസ്റ്റർ മാത്യു വർഗീസ്, ഈ പെണ്ണിനറിയോ തന്റെ മരുമോളാകാൻ വേണ്ടി മന്ത്രകൂടി വാങ്ങി കച്ച കെട്ടിയിരിക്കുന്ന എന്റെ മോളാണ്. ഒരു കാര്യം അറിയാനാണ് വന്നത്. തന്റെ അനന്തരവന് എത്ര അച്ഛന്മാരുണ്ട്? വേണ്ട, 10 പേര് കേൾക്കെ തന്നെ പറയാനാ ഞാൻ ഇവിടെ വന്നത്. എല്ലാവരും അറിയട്ടെ പുതുച്ചേരിക്കാരുടെ അന്തസ്സും ആഭിജാത്യവും. വലിയ മറ്റെടുത്ത IG ആണെന്നും പറഞ്ഞ് ഡിസിപ്ലിൻ പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല. മനുഷ്യനായ നാണവും മാനവും വേണം. എന്റെ കാശും കടം വാങ്ങി നക്കിയിട്ട് എന്റെ മോളെ ഭാര്യയും കൊച്ചുമുള്ള ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയവനാണ് ഈ റാസ്കൽ. കല്യാണപ്രായ ഇതുപോലൊന്ന് തന്റെ വീട്ടിലും ഇല്ലേ? എങ്ങനെ തോന്നിയടാ നിനക്കിതൊക്കെ? എന്റെ മോളെ ജീവിതം എടുത്താൻ നീ കളിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതേണ്ട. നിന്നെയും നിന്റെ കുടുംബത്തെയും കുത്തുവാള എടുപ്പിച്ച് ഞാൻ അടങ്ങും. വാ മോളെ. പറയാനുള്ളത് വീട്ടിൽ വന്ന് പറയണം, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യലായിരുന്നു വേണ്ടത്. അയാളുടെ കർണക്കുറ്റി നോക്കി ഒന്ന് വെച്ചു കൊടുക്കാൻ പാടില്ല ഡാഡിക്ക്. വൈകി പറ, ഞാൻ ചെയ്യാം. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിച്ചേനെ. അന്തസ്സും അഭിമാനമൊക്കെ നമുക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. അതിന് മുറിവ് വെക്കുമ്പോൾ ഞാനും നീയൊക്കെ ചെയ്യുന്നതേ ആ കൊച്ചിനും ചെയ്തുള്ളൂ. നന്നായി എന്നാ ഞാൻ പറയുന്നത്. കഴിഞ്ഞല്ലോ എല്ലാം. ഇപ്പോഴാ എൻ്റെ മനസ്സൊന്ന് തണുത്തത്. അറിയേണ്ടതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, കേൾക്കേണ്ടതെല്ലാം കേട്ടും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നീനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വേണ്ടെന്ന് വെക്കാം. നിനക്ക് സത്യാഗ്രഹമോ ആത്മഹത്യയോ എന്ത് വേണം ചെയ്യാം. പക്ഷെ എനിക്കറിയണം എന്താ തീരുമാനമെന്ന്. ഞാനിവളെ സ്വീകരിക്കാം, പക്ഷേ സത്യം ഇവള് പറയണം. ഈ കുഞ്ഞ് ആരുടേതാണെന്ന് ഇവള് പറഞ്ഞേ തീരൂ. എത്ര പ്രാവശ്യം പറഞ്ഞു ബോബിയുടെ ആണെന്ന്? ഇതാണ് എനിക്ക് ചൊറഞ്ഞു വരുന്നത്. കഴുത്തി തിരിച്ച് കൊല്ലും ഞാൻ രണ്ടിനെ. അതായിരിക്കും എന്റെ അവസാനം. ഇനി നിന്റെ വല്ല വിദ്യയും ബാക്കിയുണ്ടോ ഈ കൊച്ചു നിന്റെ അല്ലം തെളിയിക്കാൻ? ഞാൻ എന്റെ ചങ്ക് പൊളിച്ച് കാണിച്ചാൽ നിങ്ങളൊക്കെ ചെമ്പരത്തി പോകുന്നേ പറയൂ. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഡാഡി പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. തീർച്ചയാണോ? അതെ. ഇറക്കി വിടണോ, കൊല്ലണോ, കുഴിച്ചു കൊള്ളണോ? പറ, ഇപ്പൊ ചെയ്യാം. വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇവിടെ വിവാഹം കഴിക്കണം, അതാണ് എനിക്കിഷ്ടം. ഉറങ്ങിയല്ലേ? അപ്പൊ സൗകര്യമല്ല. ഇന്നെന്റെ വിവാഹം നടക്കേണ്ട ദിവസമാണ്. നാട്ടുകാരും വീട്ടുകാരുമായിട്ട് ഒരുപാട് പേര് പള്ളിയിൽ വന്നു. അവരോടൊക്കെ എന്റെ ഡാഡി ബോബി മോന് വേറൊരു ഭാര്യയും കുഞ്ഞും ഉള്ള കഥ പറഞ്ഞ് നാണം കെട്ടു. പക്ഷെ എനിക്കൊരു സങ്കടമില്ല. ഞാൻ കിട്ടാൻ ഉദ്ദേശിച്ചതിലും നല്ല സുന്ദരിയും മിടുക്കിയായിട്ടുള്ള പെണ്ണാ നീ. സോ ഐ എം നോട്ട് എ ലൂസർ ഇൻ ദ ബാർഗെയിൻ. ഈ കച്ചവടം എനിക്ക് നഷ്ടമല്ലാന്ന്. Happy days are here again. Thumbs up. ഈ മുറിയിൽ നിന്ന് എന്റെ ആദ്യ രാത്രി നടക്കേണ്ട ദിവസം അത് മാത്രമായിട്ട് നടക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇനി പച്ചയ്ക്ക് പറയണോ? രണ്ടെണ്ണം അകത്ത് പോയാൽ പിന്നെ പുറത്തിറക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബോബി റൂമിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കണം. എല്ലാരും വരും എന്ത് ചെയ്യുന്ന പറയും, നീ എന്നെ കയറി പിടിച്ചെന്നാ. ഇതാ നീ വെള്ളമടിച്ച് ഞാൻ നിന്നെ കയറി പിടിച്ചെന്നാ. ഭർത്താവ് ഭാര്യ കയറി പിടിക്കുന്ന കുറ്റാണോ? വിളി, എല്ലാരും വിളി, ഞാൻ വിളിക്കാം. ഞാൻ നിന്റെ മുമ്പിലെ കൊണ്ട് ഇതാണ് വെള്ളമടിച്ചു കഴിഞ്ഞാ പണ്ട് കുറെ പരിശുദ്ധ പ്രേമം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ ദ്വാ കിടക്കുന്ന പോലെ കുറെ എണ്ണം നിന്റെ ഇലയിൽ ഇരുന്നേനെ. മനസ്സിലായില്ലേ? അതെന്റെ മോളിക്കാം. ചേട്ടൻ മോളുടെ ഭർത്താവല്ലേ. നമുക്ക് പാലും പൂമത്തെ ഒന്നും ഇല്ലാതെ രാത്രി അവിടെ നടത്താം. വാ പാടി പാടി ഇവിടെ. എവിടെയെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ? എന്നെ ദ്രോഹിക്കരുത്. ഞാൻ എല്ലാം സത്യം പറയാം. എന്നാ പറ, എന്റെ ഉദ്ദേശം എന്താ? പറയടി. ഞാൻ പറയാം.
ബേബിച്ചായ. എന്താ നീന്? ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം. എന്താ കാര്യം? ബേബിച്ചായം വരാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാനിവിടെ കാത്തിരുന്നത്. ഇനി അധികം നാൾ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യ. നീന പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചുനാൾ ബേബിച്ചായം ഭാര്യയുമായി പിണങ്ങി ബോംബെയിൽ താമസിച്ചിരുന്ന ഓർമ്മയുണ്ടോ? അതുകൊണ്ട് അപ്പോ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മീന. പരിചയപ്പെട്ടു, സ്നേഹിച്ചു. അവസാനം വിവാഹം ചെയ്യാമെന്ന് വാക്കു കൊടുത്തു. വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവൾ മരിച്ചു. ഓർമ്മയില്ലേ? മീന, ഒരു പാവം മീന. നിനക്കിങ്ങനെ അറിയാതില്ല. അതെന്റെ സഹോദരിയാണ്. അവളുടെ കുഞ്ഞാണ് എന്റെ കൂടെ ഉള്ളത്. അമ്മയില്ലാത്ത കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാനിത് വിശ്വസിക്കില്ല. മനസ്സ് വിശ്വസിക്കാത്തതോ അതോ വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ? ഞാൻ നീന പറഞ്ഞ മുഴുവൻ സത്യമായിരിക്കും. ആണ്. സമ്മതിച്ചു. പക്ഷെ ഒരിക്കൽ വാടാൻ തുടങ്ങിയ എന്റെ കുടുംബജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. എത്ര ക്രൂരത ചെയ്യേണ്ടി വന്നാലും ഇനി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കാരെ അറിയില്ല, ആരെയും. നിങ്ങൾ ചെയ്ത പാവത്തിന് ബലിയാടാകേണ്ടി വന്നത് ബോബിയാണ്. ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ആ പാവത്തിനെ. ഇനിയും വയ്യ. സത്യം ഞാൻ എല്ലാവരോടും പറയും. നീ എന്നെ വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. നിനക്കെന്താ വേണ്ടത്? ഈ കുഞ്ഞിന് ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും വളരാനും വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എത്ര പണം വേണമെങ്കിലും പറയൂ, എന്താ വേണ്ടത്? ആ കുഞ്ഞിനൊരു അച്ഛൻ വേണം. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അനാഥയായിട്ട് അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ ആവശ്യം. നിന്റെ ആ മോഹം നടക്കില്ല. നിന്റെ ഒരു കഥ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഈ പുതിയ കഥ എത്ര സത്യമാണെങ്കിലും അതൊക്കെ നുണക്കഥയാക്കി കാണിക്കാൻ എനിക്ക് കഴിയും. ഒരാളും നിന്നെ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കും. ഇത്രയും വലിയൊരു ദ്രോഹം എന്റെ മോൻ എങ്ങനെ ചെയ്യാൻ സാധിച്ചു? ഡാഡി, ഞാൻ വേണ്ട. ഒരുപാട് വാക്കുകൾ ശ്രദ്ധിച്ച് പെറുക്കിയെടുക്കേണ്ടി വരും. വൃത്തികേടില്ലാത്ത രീതിയിൽ നീ ചെയ്ത വൃത്തികേട് എന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. നിനക്കതിനുള്ള മാനസികാവസ്ഥ ഇപ്പോഴില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പക്ഷത്തിപ്പിക്കാം, മാപ്പ് ചോദിക്കാം, നിഷേധിക്കാം. പക്ഷെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതൊന്നും പരിഹാരമല്ല. ഞാൻ എന്ത് വേണമെന്നായി പറയുന്നത്? ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ഈ ഒരു ചോദ്യം മാത്രമേ നിനക്ക് ചോദിക്കാനാവൂ. ആഘാതങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ടാവാം സ്വല്പം വിവേചനാബുദ്ധിയോടെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നത്. പക്ഷെ ഒരു തീരുമാനം എടുക്കാനാവുന്നില്ല. നിനക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? Now the ball is in our court. You may go. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. തിരുത്താൻ മനസ്സിലാഞ്ഞിട്ടല്ല. ഒരിക്കൽ തകർന്നത് ഒട്ടിച്ചേർത്ത് നിങ്ങളെല്ലാം കൂടാണ്. റീനെ അറിഞ്ഞാൽ ഒരു കുഞ്ഞിന് അച്ഛനുണ്ടാവുമ്പോൾ മറ്റഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവും. ഏത് തുലാസിലാണ് ഭാരം കൂടുതലിടേണ്ടതെന്ന് പറയൂ. ഞാനത് ചെയ്യാം. എന്താ ആലോചിക്കുന്നത്? വെറുതെ. കഴിഞ്ഞൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നീന നല്ല പെണ്ണ്. അവൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നത് പോട്ടെ. ഒരിക്കൽ നീ മനസ്സോർന്ന് സ്നേഹിച്ച പെൺകുട്ടിയല്ലേ? ഇപ്പോഴും നിന്റെ മനസ്സിലെവിടെയോ അവക്കൊരു സ്ഥാനമില്ലേ? പറഞ്ഞു വരുന്ന മനസ്സിലായി. ഞാൻ അവളെ വിവാഹം ചെയ്യണം അല്ലേ? ഈ സോപ്പ് വാങ്ങിക്കുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറയുമ്പോഴത്തെ ഒരു അട്രാക്ഷൻ ഇതിലുണ്ട്. അവളെ കെട്ടിയാൽ ഒരു കൊച്ചു ഫ്രീ അല്ലേ? ബേബി ചായനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനാണെങ്കിൽ സ്വീകരിക്കും. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്.
എങ്കിൽ സ്വീകരിക്കേ. നട്ടല് നിവൃത്തി എന്ന് പറ, നിങ്ങളാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്. ബോബി, എല്ലാം എനിക്കറിയാം. തകർന്നു പോയി ഞാൻ കേട്ടപ്പോ. എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം മണിച്ചാ ഞാൻ നിങ്ങളെ ഇരുത്തിയിരുന്നത്. എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവ് തണ്ടികൾ പോലും കാണിക്കാത്ത ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു എന്ന് അറിഞ്ഞപ്പോ നിങ്ങളോടല്ല, നിങ്ങളെ ഇത്ര അധികം ആരാധിച്ച എന്നോടാണ് എനിക്ക് പുച്ഛം തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ? വേണ്ട, പറഞ്ഞിടത്തോളം മതി. ഇവിടെ ഒന്ന് വലിഞ്ഞു കയറി ഒരു തെറിച്ച പെണ്ണിന്റെ കള്ളക്കത്തോളം കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അവൾ വളരെ നല്ല പെണ്ണാണെന്ന്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും സൗകര്യപൂർവ്വം മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പഴിപ്പിച്ചിട്ട് പുല്ലുപോലെ ഒരു ഉളുപ്പില്ല ജെന്റിൽമെൻ ചവഞ്ഞ് നടക്കുന്നത്. ബഹുമാനമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ട് ഒരു അടി കൊള്ളുന്നത് അന്തസ്സായിട്ട് കരുതിയനെ. ഇപ്പോഴതില്ല. ഞാൻ എങ്ങനാവും പ്രതികരിക്കുക എന്ന് എനിക്കെന്നെ അറിയില്ല. ബോബി, ഇനി ഇതും കൂടെ കാണാൻ ബാക്കിയുള്ളൂ. കുഞ്ഞിലെ പോലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചും പൊട്ടിച്ചിരിച്ച് നടക്കുന്ന കണ്ട് സന്തോഷം കൊണ്ട് എന്നെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. പലതും സഹിച്ചു. ഇനി നിങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്ന കാണാൻ എനിക്ക് വയ്യ. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവമാടാ ചെയ്തേ. ബോബി, എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട്. മാനവും മര്യാദയും പോകാവുന്നിടത്തോളം പോയി. ഇനി കുടുംബത്തിന് തകർച്ച ബാക്കിയുള്ളൂ. എന്റെ അധികാരമായിട്ടോ നിന്നെ വളർത്തിയതിന്റെ കൂലിയായിട്ടോ കരുതാം. നീ വേണ്ട ഡാഡി, ഡാഡി അത് പറയണ്ട. മനസ്സിലായി. എന്തൊക്കെയായാലും ഞാൻ വളർത്തു മകനല്ലേ. രണ്ടാം സ്ഥാനമല്ലേ എനിക്കുള്ളൂ. ആ കുഞ്ഞിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാം. ഇത്രയും നാൾ എനിക്ക് ഈ വീട്ടിൽ വിളമ്പിയ ചോറിന് നന്ദി കാണിക്കാനുള്ള ഒരു അവസരമായിട്ടേ ഞാനത് കാണുന്നുള്ളൂ. ഡാഡിയുടെ മകൻ എന്നും മാന്യനായി തന്നെ കഴിയട്ടെ. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഈ വിവാഹം നടക്കില്ല. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ നീ ഇവിടെ വന്ന ഉദ്ദേശം നടക്കാത്തതുകൊണ്ടോ? ബോബി എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഒരുപക്ഷെ പണ്ടത്തേക്കാൾ കൂടുതൽ. അന്ന് എന്റെ കുടുംബത്തിൽ നടന്ന ദുരന്തം ബോബിയെ അറിയിക്കാനാണ് ഞാൻ റൂമിൽ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് അതിന് കാരണക്കാരനായ മനുഷ്യൻ ബോബി ആരാധിക്കുന്ന ബോബിയുടെ സഹോദരനാണ് എന്ന്. തളർന്നു പോയി ഞാൻ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. പിന്നീട് എന്റെ സഹോദരി മരിച്ചപ്പോ ഈ കുഞ്ഞൊരിക്കലും ബേബിച്ചായനൊരു ഉപദ്രവമാവരുതെന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അത് ഞാൻ പാലിക്കുമായിരുന്നു. പക്ഷേ ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം? ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? ഞാൻ കാരണം ഇനി ആരും കൂടുതൽ വിഷമിക്കരുത്. ബേബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നിരുന്നെങ്കിൽ ഒരു തെളിവ് എനിക്കുണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു ബന്ധത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ബോബിയെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത്. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിന്റെ അച്ഛനായി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ബോബിയെ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ പൊയ്ക്കോളാം, ആരെയും നോവിക്കാതെ. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വീണ്ടും പോകുന്നു എന്ന് പറയുന്നു. ബോബി, എനിക്ക് പറയാനാവാത്ത കാര്യങ്ങൾ. നീ എന്നെ കൊരങ്ങ് കളിപ്പിക്കാനോടി? നിനക്കെന്താ എത്ര പറയാൻ വയ്യാത്ത രഹസ്യങ്ങൾ? നീ വല്ല എന്റെ ഭാര്യയാണെന്നോ? അതോ നീ ആരെങ്കിലും കൊന്നിട്ട് വരികയാണെന്നോ? അതോ അമേരിക്ക ആറ്റം ബോംബ് നിന്റെ തലയെ കെട്ടി വെച്ചിരിക്കുകയാണെന്നോ? അതോ നീ നിന്റെ അമ്മയെ കെട്ടിക്കാൻ നടക്കാണെന്നോ? എന്താന്ന് വെച്ചാ പറ. പറഞ്ഞ് തുടങ്ങടി. അതോടെ ലോകം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. പറയടി, പറയാ.